2014 പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സർവേ നടത്തിയത്. 172 മുതൽ 180 സീറ്റുകൾ വരെ NDA നേടുമ്പോൾ UPAക്ക് 147 മുതൽ 157 സീറ്റുകളുമാണ് ലഭിക്കുക. ഝാർഖണ്ഡിൽ മുക്തി മോർച്ചയുമായി നടത്തിയതിന് സമാനമായി കോൺഗ്രസ് ബീഹാറിലും ബംഗാളിലും സഖ്യനീക്കം നടത്തിയേക്കുമെന്നും സർവേ ഫലം പറയുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയെ സർവേയിൽ പങ്കെടുത്ത 19% പേർ പിന്തുണച്ചു. എന്നാൽ രാഹുൽ ഗാന്ധിയെ 12% മാത്രമേ പിന്തുണച്ചുള്ളൂ. മൻമോഹൻ സിംഗിന് 6% മാത്രമാണ് പിന്തുണ. BJP നേതാവ് LK അദ്വാനിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് 2% മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, മധ്യ ഇന്ത്യയിലെല്ലാം മോദി മുന്നിട്ട് നിന്നപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികച്ച പിന്തുണ ലഭിച്ചു. എന്നാൽ 2002 ഗുജറാത്ത് വംശഹത്യയും അതേ തുടർന്നുള്ള വിവാദങ്ങളും മോദിയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ BJP വലിയ നേട്ടമുണ്ടാക്കും. UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ യഥാക്രമം 80, 29, 25 എന്നിങ്ങനെ 134 സീറ്റുകളാണുള്ളത്. മധ്യപ്രദേശിൽ 2009 16 സീറ്റ് ലഭിച്ചപ്പോൾ ഈ വർഷം അത് 25 ഉയർത്താനാകും. ഇവിടെയുള്ള കോൺഗ്രസിന്റെ 12 സീറ്റ് 2 ചുരുങ്ങും. ഉത്തർപ്രദേശിലെ BJPയുടെ കുതിപ്പാണ് സർവേ റിപ്പോർട്ടിലെ ശ്രദ്ധേയമായ പരാമർശം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.